നമസ്കാരം. നെടുമങ്ങാട് വഞ്ചുവത്ത് ITI വിദ്യാർത്ഥിനി നമിതയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിശ്രുതവരനെ വിട്ടയച്ചു. ആത്മഹത്യാ പ്രേരണയിലാണ് സന്ദീപിനെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. നമിതയുടെ ഫോണുമായി ബന്ധപ്പെട്ട ചില തർക്കം മാത്രമാണ് ഉണ്ടായതെന്നാണ് സന്ദീപ് ചോദ്യം ചെയ്യലിൽ അറിയിച്ചത്. സന്ദീപിന്റെ ഫോണും നമിത ഉപയോഗിച്ചിരുന്ന ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോൺ പരിശോധനയടക്കം പൂർത്തിയാക്കി സന്ദീപിനെ വീണ്ടും വിളിച്ചു വരുത്താനാണ് പോലീസ് നീക്കം. വലിയമല പോലീസാണ് സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. നെടുമങ്ങാട് ITI 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് നമിത. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വഞ്ചുവത്തുള്ള വാടക വീട്ടിലെ അടുക്കളയിൽ നമിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമിതയുമായി വിവാഹമുറപ്പിച്ചിരുന്ന സന്ദീപിനെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സന്ദീപിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സംഭവ ദിവസം രാവിലെ സന്ദീപ് നമിതയെ വീട്ടിലെത്തി കണ്ടിരുന്നു. സംസാരിച്ച് മടങ്ങിയ ശേഷം ഫോണിൽ വിളിച്ചെങ്കിലും നമിത ഫോൺ എടുത്തില്ല. പിന്നാലെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് നമിതയെ അടുക്കളയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നായിരുന്നു സന്ദീപിന്റെ മൊഴി. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നാണ് സന്ദീപ് പറഞ്ഞിരുന്നത്. 2 വർഷം മുമ്പാണ് നമിതയുടെയും സന്ദീപിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇരുവരും പ്രണയത്തിലായിരുന്നു. നമിതയുടെ ഫോണിൽ പെൺകുട്ടി മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ സന്ദീപ് കണ്ടിരുന്നു. ഇതിനെ ചൊല്ലിയുണ്ടായ സംസാരമായിരിക്കാം നമിതയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് നിഗമനം. സന്ദീപിന് മറ്റേതെങ്കിലും തരത്തിൽ മരണവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമിതയുടെ തൂങ്ങിമരണം ആണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആത്മഹത്യ തന്നെയാണെങ്കിൽ അതിലേക്ക് നയിച്ചതിൽ സന്ദീപിന്റെ ഇടപെടലുണ്ടോ എന്നതിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പെൺകുട്ടി മരിക്കുന്ന ദിവസം സന്ദീപ് വീട്ടിലെത്തുകയും നമിതയുമായി വാക്കുതർക്കമുണ്ടാകുകയും ചെയ്തുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വിവാഹമുറപ്പിച്ച യുവാവുമായി അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് സന്ദീപ് ഭീഷണി മുഴക്കിയിരുന്നുവെന്നും വാർത്തകളുണ്ട്. വഴക്കിട്ടിറങ്ങിപ്പോയ സന്ദീപ് പിന്നീട് ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് നമിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റിൽ ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം.